റീസൺസ് ഇൻ ഫേവർ ഓഫ് പവർ ഷെയറിംഗ്. എന്തുകൊണ്ട് പവർ ഷെയറിംഗ് ആവശ്യമായി വരുന്നു? വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസൈറബിൾ. എന്തുകൊണ്ടാണ് പവർ ഷെയറിംഗ് അനിവാര്യമാകുന്നത്? ഡൈവേഴ്സ് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത്, വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലും ഉള്ള ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും പവർ ഷെയറിംഗ് അനിവാര്യമാണ്. അധികാരം പങ്കുവയ്ക്കൽ അനിവാര്യമാണ്. മെജോറിറ്റിയുടെ തീരുമാനം മൈനോറിറ്റിയുടെ മേൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഭൂരിപക്ഷത്തിന്റെ തീരുമാനം ന്യൂനപക്ഷത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രാജ്യങ്ങളിൽ പവർ ഷെയറിംഗ് അനിവാര്യമാണ്. വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസൈറബിൾ. എന്തുകൊണ്ട് പവർ ഷെയറിംഗ്, അധികാരം പങ്കുവയ്ക്കൽ അനിവാര്യമാകുന്നു? അല്ലെങ്കിൽ വാട്ട് ആർ ദ റീസൺസ് ഇൻ ഫേവർ ഓഫ് പവർ ഷെയറിംഗ്? പവർ ഷെയറിംഗിന് അനുകൂലമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് സെറ്റ് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് സെറ്റ് റീസൺസിനെ പ്രൊഡൻഷ്യൽ റീസൺ എന്ന് വിളിക്കാം. ഒന്നാമത്തെ സെറ്റ് റീസൺസ് പ്രൊഡൻഷ്യൽ റീസണും രണ്ടാമത്തെ സെറ്റ് റീസൺസ് മോറൽ റീസണുമാണ്. ആ പവർ ഷെയറിംഗിന് രണ്ട് റീസൺസ് ഉണ്ട് പ്രധാനമായും, പ്രൊഡൻഷ്യൽ റീസൺ ആൻഡ് മോറൽ റീസൺ. എന്തുകൊണ്ട് പവർ ഷെയറിംഗ് അനിവാര്യമാകുന്നു? തുടർന്ന് രണ്ട് രീതിയിൽ ചോദിക്കാം. വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസൈറബിൾ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ പ്രൊഡൻഷ്യൽ റീസണും എഴുതണം, മോറൽ റീസണും എഴുതണം. അല്ലെങ്കിൽ റീസൺസ് ഇൻ ഫേവർ ഓഫ് പവർ ഷെയറിംഗ് എന്ന് ചോദിച്ചാലും പ്രൊഡൻഷ്യൽ റീസണും എഴുതണം, മോറൽ റീസണും എഴുതണം. പ്രൊഡൻഷ്യൽ റീസൺ മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. മോറൽ റീസൺ മാത്രം ചോദിക്കുകയാണെങ്കിൽ മോറൽ റീസൺ മാത്രം എഴുതിയാൽ മതി. റീസൺസ് ഇൻ ഫേവർ ഓഫ് പവർ ഷെയറിംഗ് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് സെറ്റ് റീസൺസും എഴുതണം. അതായത് പ്രൊഡൻഷ്യൽ റീസണും എഴുതണം, മോറൽ റീസണും എഴുതണം. വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസൈറബിൾ എന്ന് ചോദിച്ചാലും ഈ രണ്ട് സെറ്റ് റീസൺസും എഴുതണം. ഫസ്റ്റ് റീസൺ പ്രൊഡൻഷ്യൽ റീസൺ എന്താണെന്ന് നോക്കാം. പവർ ഷെയറിംഗ് ഈസ് ഗുഡ് because it helps to reduce the possibility of conflict between social groups. ഒരു രാജ്യത്തിലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കുറയ്ക്കാൻ പവർ ഷെയറിംഗ് നല്ലതാണ്. പവർ ഷെയറിംഗ് ഈസ് ഗുഡ്. പവർ ഷെയറിംഗ് നല്ലതാണ്. എന്തുകൊണ്ട്? കാരണം ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ്. ഒരു രാജ്യത്തിലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയെ കുറയ്ക്കാൻ, ഒരു രാജ്യത്തിലെ സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ കുറയ്ക്കാൻ പവർ ഷെയറിംഗ് സഹായിക്കുന്നു. അത് ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ പ്രൊഡൻഷ്യൽ റീസൺ. രണ്ടാമത്തത്, പവർ ഷെയറിംഗ് ഈസ് എ ഗുഡ് വേ ടു എൻഷുർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ പൊളിറ്റിക്കൽ ഓർഡർ. ഒരു രാജ്യത്തിലെ ഗവൺമെന്റിന് സ്ഥിരത നൽകാൻ, പൊളിറ്റിക്കൽ ഓർഡറിന് സ്ഥിരത നൽകാൻ പവർ ഷെയറിങ്ങിന് കഴിയും. എല്ലാ വിഭാഗങ്ങളും ഒത്തൊരുമയോടെ ഒരു സർക്കാർ ഉണ്ടാക്കിയാൽ ആ സർക്കാർ ദീർഘകാലം നീണ്ടു നിൽക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് സർക്കാർ നിലംപതിക്കും, ആ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താകും. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഓർഡറിന്, അതായത് ഗവൺമെന്റിന്, നിലവിലുള്ള ഗവൺമെന്റിന് സ്ഥിരത നൽകാൻ പവർ ഷെയറിങ്ങിന് കഴിയും. പവർ ഷെയറിംഗ് ഈസ് എ ഗുഡ് വേ ടു എൻഷുർ ദ സ്റ്റെബിലിറ്റി, സ്ഥിരത ഓഫ് ദ പൊളിറ്റിക്കൽ ഓർഡർ. നിലവിലുള്ള ഗവൺമെന്റിന് സ്ഥിരത നൽകാൻ, നിലവിലുള്ള ഗവൺമെന്റിനെ കാലാവധി പൂർത്തിയാകുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാൻ പവർ ഷെയറിങ്ങിലൂടെ കഴിയും. അല്ലെങ്കിൽ ഗവൺമെന്റിന് കാലാവധി പൂർത്തിയാക്കാൻ കഴിയാതാവും. ഈ രണ്ട് സെറ്റ് റീസൺസിനെയാണ്, ഈ രണ്ട് പോയിന്റ്സ് ആണ് പ്രൊഡൻഷ്യൽ റീസൺ. വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസൈറബിൾ. പവർ ഷെയറിംഗിന്റെ പ്രൊഡൻഷ്യൽ റീസൺ ഏതൊക്കെയാണ്? പവർ ഷെയറിംഗ് ഈസ് ഗുഡ് because it helps to reduce the possibility of conflict between social groups. സോഷ്യൽ ഗ്രൂപ്പ്സിനിടയിലുള്ള കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, ഒരു രാജ്യത്തിലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ, പല ജാതികളിലും മതങ്ങളിലും പെട്ട ജനങ്ങൾ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടലുകൾ കുറയ്ക്കാൻ പവർ ഷെയറിങ്ങിന് കഴിയും. ഒരു രാജ്യത്തിലെ വിവിധ മതങ്ങളിൽപ്പെട്ട ജനങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ, ഏറ്റുമുട്ടലുകൾ, പ്രശ്നങ്ങൾ
അത് കുറയ്ക്കാൻ പവർ ഷെയറിങ്ങിന് കഴിയും. രണ്ടാമതായി, പവർ ഷെയറിംഗ് ഈസ് എ ഗുഡ് വേ ടു എൻഷുർ ദ സ്റ്റെബിലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഓർഡർ. പൊളിറ്റിക്കൽ ഓർഡറിന്, ഗവൺമെന്റിന് സ്റ്റെബിലിറ്റി നൽകാൻ, സ്ഥിരത നൽകാനും പവർ ഷെയറിങ്ങിന് കഴിയും. അതുകൊണ്ട് പവർ ഷെയറിംഗ് അനിവാര്യമാണ്. ഈ റീസൺസിനെ, പവർ ഷെയറിങ്ങിനെ പ്രൊഡൻഷ്യൽ റീസൺ എന്ന് പറയാം. പ്രൊഡൻഷ്യൽ റീസൺ. നെക്സ്റ്റ്, മോറൽ റീസൺ ഏതൊക്കെയാണെന്ന് നോക്കാം. പവർ ഷെയറിംഗ് ഈസ് എ വെരി സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ ആത്മാവാണ് പവർ ഷെയറിംഗ്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ പവർ ഷെയറിംഗ് വേണം. അധികാരം പങ്കുവെച്ചാൽ മാത്രമേ ജനാധിപത്യത്തിന് നിലനിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ജനാധിപത്യം പരാജയപ്പെടും. ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് പരാജയം ഉണ്ടാവും. അപ്പോൾ ജനാധിപത്യത്തിന്റെ സ്പിരിറ്റാണ്, ആത്മാവാണ് പവർ ഷെയറിംഗ്. അതായത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ പവർ ഷെയറിംഗ് വേണം. A democratic rule involves sharing power with those affected by its exercise and who have live with its effects. അപ്പോൾ ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് പവർ ഷെയറിംഗിലൂടെ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. A democratic rule involves sharing power. ഒരു ജനാധിപത്യ ഭരണം എന്നാൽ എന്താണ്? പവർ ഷെയറിംഗ് ആണ്. A democratic rule involves sharing power with those affected by its exercise. അതിന്റെ ഫലം അനുഭവിക്കുന്നവർ, ആ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് പവർ ഷെയറിങ്ങിലൂടെ മാത്രമേ എന്തെങ്കിലും നേട്ടങ്ങൾ, അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തിലെ പൗരന്മാർക്ക് ബെനിഫിറ്റ്സ്, എല്ലാ പൗരന്മാർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ജനാധിപത്യ ഗവൺമെന്റിന് കഴിയണമെങ്കിൽ അവിടെ പവർ ഷെയറിംഗ് വേണം. പവർ ഷെയറിങ്ങിലൂടെ മാത്രമേ ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് ആ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. എല്ലാ പൗരന്മാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ, വിവിധ മതങ്ങളിലും ജാതികളിലും പെട്ട ജനങ്ങളുടെ താല്പര്യങ്ങൾ ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ പവർ ഷെയറിംഗ് അനിവാര്യമാണ്. People have the right to be consulted on how they are to be governed. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് തങ്ങൾ എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നതെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. ആ പവർ ഷെയറിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് തങ്ങളെ ഭരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. People have the right to be consulted on how they are to be governed. തങ്ങൾ എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നതെന്ന് അറിയാനുള്ള അവകാശം ജനാധിപത്യ രാജ്യങ്ങൾ ജനങ്ങൾക്കുണ്ട്. A legitimate government is one where citizens through participation acquire a stake in the system. ജനാധിപത്യ ഗവൺമെന്റുകൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി അത് ലെജിറ്റിമേറ്റ് ഗവൺമെന്റായി മാറുന്നു, ജനസമ്മതിയുള്ള ഗവൺമെന്റായി മാറുന്നു. ഒരു ജനസമ്മതിയുള്ള ഗവൺമെന്റ് എന്നാൽ എല്ലാ ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണം. എല്ലാ ജനങ്ങളുടെയും, ഒരു രാജ്യത്തിലെ വിവിധ മതങ്ങളിലും ജാതികളിലും പെട്ട ജനവിഭാഗങ്ങളുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെന്റുകൾക്ക് മാത്രമേ ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ആവാൻ കഴിയൂ. ഈ റീസൺസിനെയാണ് മോറൽ റീസൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പവർ ഷെയറിംഗിന്റെ പ്രധാനപ്പെട്ട മോറൽ റീസൺ ഒന്ന്, പവർ ഷെയറിംഗ് ഈസ് ദ വെരി സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. നമ്പർ 2, എ ഡെമോക്രാറ്റിക് റൂൾ ഇൻവോൾവ്സ് ഷെയറിംഗ് പവർ വിത്ത് ദോസ് ഹു അഫക്റ്റഡ് ബൈ ഇറ്റ്സ് എക്സസൈസ് ആൻഡ് ഹു have to live with its effects. Number 3, people have the right to be consulted how they are to be governed. തങ്ങൾ എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നത് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. A legitimate government is one where citizens through participation acquire a stake in the system. ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് എന്നാൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെന്റുകളാണ് ജനാധിപത്യ ഗവൺമെന്റുകൾ. ഈ റീസൺസിനെയാണ് മോറൽ റീസൺ എന്നറിയപ്പെടുന്നത്. വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസൈറബിൾ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ പവർ ഷെയറിംഗിന്റെ റീസൺസ് ഇൻ ഫേവർ ഓഫ് പവർ ഷെയറിംഗ് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് സെറ്റ് റീസൺസും എഴുതണം. പ്രൊഡൻഷ്യൽ റീസണും മോറൽ റീസണും എഴുതണം. പ്രൊഡൻഷ്യൽ റീസൺ മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പ്രൊഡൻഷ്യൽ റീസൺ എഴുതുക, മോറൽ റീസൺ ചോദിച്ചാൽ മോറൽ റീസൺ എഴുതുക. ഫോംസ് ഓഫ് പവർ ഷെയറിംഗ്, പലതരത്തിലുള്ള പവർ ഷെയറിംഗ്, പല രീതിയിൽ നമുക്ക് പല മാർഗങ്ങളിലൂടെ പവർ ഷെയർ ചെയ്യാം, അധികാരം പങ്കുവയ്ക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് പവർ ഷെയറിംഗ്? ഏതൊക്കെയാണ് പലതരത്തിലുള്ള പവർ ഷെയറിംഗ്? ഫസ്റ്റ്, പവർ ഈസ് ഷെയർഡ് അമംഗ് ഡിഫറെന്റ് ഓർഗാൻസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ വിവിധ ഓർഗാൻസ്, വിവിധ ഘടകങ്ങൾ. ഒരു ഗവൺമെന്റിന് പ്രധാനമായും 3 ഓർഗാൻസ് ആണ് ഉള്ളത്. ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ വിഭാഗം, രണ്ടാമത്തെ ഓർഗാൻ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം, മൂന്നാമത്തത്
ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം. ദീസ് ആർ ദ ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്. ഇവയാണ് ഒരു ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങൾ, ഓർഗൻസ്. അത് നമുക്ക് ഒരു ഗവൺമെന്റ് അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കുറെ അധികാരങ്ങൾ ലെജിസ്ലേച്ചറിനും, കുറെ അധികാരങ്ങൾ എക്സിക്യൂട്ടീവിനും, കുറെ അധികാരങ്ങൾ ജുഡീഷ്യറിക്കുമായി നൽകി പവർ ഷെയറിംഗ് നടപ്പിലാക്കാം. ഇത്തരം പവർ ഷെയറിങ്ങിനെയാണ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. Power is shared among different organs of government such as legislature, executive and judiciary. ഗവൺമെന്റ് വിവിധ ഓർഗൻസ് ആയ, ഗവൺമെന്റ് വിവിധ ഘടകങ്ങളായ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ ഉള്ള ഓർഗാൻസിന് അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് നൽകിക്കൊണ്ട് പവർ ഷെയറിംഗ് നടപ്പിലാക്കാം. Power is shared among different organs of government such as legislature, executive and judiciary. Number 2, power is shared among different levels of government. പല തലങ്ങളിലുള്ള ഗവൺമെന്റ് പവർ ഷെയർ ചെയ്ത് നൽകാം. എക്സാമ്പിൾ, സെൻട്രൽ ഗവൺമെന്റ് കുറെ അധികാരങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് നൽകാം, കുറെ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നൽകാം, കുറെ അധികാരങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നൽകാം. അങ്ങനെ പല ലെവലിലുള്ള ഗവൺമെന്റുകൾക്ക് അധികാരം നൽകിക്കൊണ്ട് പവർ ഷെയറിംഗ് നടപ്പിലാക്കാം. പവർ ഈസ് ഷെയർഡ് അമംഗ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്. പല തലങ്ങളിലുള്ള ഗവൺമെന്റ്. ഇന്ത്യയിൽ 3 തലങ്ങളിലുള്ള ഗവൺമെന്റുകളുണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ഓർ യൂണിയൻ ഗവൺമെന്റ്. ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ്. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളും ഭരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളുണ്ട് മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ. അതുകൂടാതെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. റൂറൽ ഏരിയയിൽ പഞ്ചായത്ത് എന്ന് പറയും, ടൗണുകളിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയും, വലിയ വലിയ സിറ്റികളിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിറ്റി കോർപ്പറേഷൻ എന്ന് പറയും. ഇതെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അതാണ് ഇന്ത്യയിലെ 3ാമത്തെ ലെവലിലുള്ള ഗവൺമെന്റ്. ഫസ്റ്റ് ലെവലിലുള്ള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, തേർഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ലൈക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആൻഡ് സിറ്റി കോർപ്പറേഷൻ. അതെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, മലയാളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പവർ ഈസ് ഷെയർഡ് അമംഗ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്. പല തലങ്ങളിലുള്ള ഗവൺമെന്റുകളിലൂടെ പവർ ഷെയർ ചെയ്യാം. അധികാരം പങ്കുവെച്ച് ഡിവൈഡ് ചെയ്ത് കുറെ അധികാരങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്നു, കുറെ അധികാരങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്നു, കുറെ അധികാരങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് നൽകുന്നു. അങ്ങനെ പവർ ഷെയറിംഗ് നടപ്പിലാക്കാം. 3ാമത്, പവർ മേ ഓൾസോ ബി ഷെയർഡ് അമംഗ് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഒരു രാജ്യത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിന് അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് നൽകിക്കൊണ്ട് പവർ ഷെയറിംഗ് നടപ്പിലാക്കാം. സോഷ്യൽ ഗ്രൂപ്പ്സ് സച്ച് ആസ് റിലീജിയസ് ഗ്രൂപ്പ്സ്, മതപരമായ സംഘങ്ങൾ, ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് ഗ്രൂപ്പ്സ്, ഭാഷാപരമായ സംഘങ്ങൾ. ഉദാഹരണം ബെൽജിയത്തിലെ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് അതിന് ഉദാഹരണമാണ്. പവർ മേ ഓൾസോ ബി ഷെയർഡ് അമംഗ് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് സച്ച് ആസ് റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ്. റിലീജിയസ് ഗ്രൂപ്പ്സ്, ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ് മുതലായ ഗ്രൂപ്പ്സിന് അധികാരം പങ്കുവെച്ച് നൽകിക്കൊണ്ടും അധികാരങ്ങൾ കുറച്ച് അധികാരങ്ങൾ നൽകിക്കൊണ്ടും പവർ ഷെയർ ചെയ്യാം. Power may also be shared among different social groups such as religious and linguistic groups. 4ാമത്തെ പോയിന്റ്, പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ്സ് ക്യാൻ ഓൾസോ ബി സീൻ ഇൻ ദ വേ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. രാഷ്ട്രീയ പാർട്ടികൾ, പ്രഷർ ഗ്രൂപ്പ്സ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ, മൂവ്മെന്റ് ഗ്രൂപ്പുകൾ തുടങ്ങിയവയിലൂടെയും പവർ ഷെയറിംഗ് നടപ്പിലാക്കാം. പൊളിറ്റിക്കൽ പാർട്ടികൾ, പ്രഷർ ഗ്രൂപ്പ്സ്, മൂവ്മെന്റ് ഗ്രൂപ്പ്സ് എന്നിവയ്ക്ക് അധികാരം നൽകിക്കൊണ്ടും പവർ ഷെയറിംഗ് നടപ്പിലാക്കാം. പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ്സ് ക്യാൻ ഓൾസോ ബി സീൻ ഇൻ ദ വേ പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ പാർട്ടികളുടെ മാർഗത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, പ്രഷർ ഗ്രൂപ്പ്സ്, മൂവ്മെന്റ് ഗ്രൂപ്പ്സ് എന്നിവയിലൂടെയും പവർ ഷെയറിംഗ് നടപ്പിലാക്കാം. These are the different forms of power sharing. Which are the different forms of power sharing? First, power is shared among different organs of government such as legislature, executive and judiciary. This is called the horizontal distribution of power. Power is shared among different organs of government such as legislature, executive and judiciary.
ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളായ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ ഓർഗൻസിന് അധികാരങ്ങൾ പങ്കിട്ട് നൽകിക്കൊണ്ട് പവർ ഷെയറിംഗ് നടപ്പിലാക്കാം. അങ്ങനെ പവർ ഷെയറിംഗ് നടപ്പിലാക്കുന്നതിനെ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്നാണ് പറയുന്നത്. പവർ ഈസ് ഷെയർഡ് അമംഗ് different levels of government such as union government or central government, state government and local self government. വിവിധ തലങ്ങളിലുള്ള ഗവൺമെന്റുകൾക്ക് അധികാരം നൽകിക്കൊണ്ട് പവർ ഷെയർ നടപ്പിലാക്കാം. പവർ may also be shared among different social groups such as religious groups and linguistic groups. മതപരമായ സംഘങ്ങൾ, ഭാഷാപരമായ സംഘങ്ങൾ, മതസംഘങ്ങൾ, ഭാഷാ സംഘങ്ങൾ എന്നിവയ്ക്ക് അധികാരങ്ങൾ പങ്കിട്ട് നൽകിക്കൊണ്ട് പവർ ഷെയർ നടപ്പിലാക്കാം. പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ്സ് ക്യാൻ ഓൾസോ ബി സീൻ ഇൻ ദ വേ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് മൂവ്മെന്റ് ഗ്രൂപ്പ്സ്. പ്രഷർ ഗ്രൂപ്പ്സ്, മൂവ്മെന്റ് ഗ്രൂപ്പ്സ്, പൊളിറ്റിക്കൽ പാർട്ടികൾ എന്നിവയ്ക്ക് അധികാരങ്ങൾ നൽകിക്കൊണ്ടും പവർ ഷെയറിംഗ് നടപ്പിലാക്കാം. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.